അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഒക്കെ അശ്രദ്ധമായി പോവാൻ സാധ്യതയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമാക്കിയ 10 ദിനങ്ങളുണ്ട്. അതെ, ആ ദിവസങ്ങളെക്കുറിച്ച് അല്ലാഹു സത്യം ചെയ്തു പറയുകയും ചെയ്തിട്ടുണ്ട്. 89-ാം അധ്യായം സൂറത്തുൽ ഫജ്റിന്റെ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന്. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹും അതുപോലെ തന്നെ പ്രമുഖരായ താബി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നഹ അശ്റു ദിൽഹിജ്ജ, അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ് എന്നുള്ളതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസങ്ങളെക്കുറിച്ച് എന്താണെന്നറിയുമോ പറയുന്നത്? ലോകത്തുള്ള എല്ലാ ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ഈ 10 ദിവസങ്ങൾ എന്നുള്ളതാണ്. മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ച ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു അയ്യാമി ദുനിയാ അയ്യാമുൽ അശ്ർ. ഈ 10 ദിവസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിനം ഈ ദുനിയാവിലില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല, ജിഹാദിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് ഈ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങൾ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമൽ അശ്ർ. ഈ 10 ദിവസങ്ങളിൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ദിവസത്തെ സൽക്കർമ്മവും ഇല്ല എന്നുള്ളതാണ്. ഖാലു യാ റസൂലല്ലാഹ്, ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമില്ലേ? ഖാല, അവിടുന്ന് പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദുമില്ല. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വ്യക്തി ഒഴികെ ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? ഒന്നും കൊണ്ടും അവൻ തിരിച്ചു വന്നില്ല എന്നുള്ളതാണ്. അവൻ കൊണ്ടുപോയ സമ്പത്തും അതേപോലെ തന്നെ സ്വന്തം ശരീരം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിക്കുകയാണ് എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ ഒരു ഷഹീദായി മാറുകയാണ്. ആ വ്യക്തി ഒഴികെ ജിഹാദിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ ദിവസങ്ങൾ ഇത്രമാത്രം ശ്രേഷ്ഠമായത് എന്ന് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. ശ്രേഷ്ഠമായ ആരാധനകളെല്ലാം ഇതിൽ ഒത്തൊരുമിച്ചു കൂടുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര ശ്രേഷ്ഠത എന്ന് അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. വഹിയ സ്വലാ വസ്സിയാം വസ്സദഖത്തു വൽ ഹജ്ജ് വലാ യതഅത്ത ദാലിക ഫീ ഗൈരി, നമസ്കാരവും അതേപോലെ തന്നെ നോമ്പും സ്വതക്കയും ഹജ്ജുമെല്ലാം ഒത്തൊരുമിച്ചു കൂടുന്ന ഒരു മാസമാണ് ദുൽഹജ്ജ് മാസം. വലാ യതഅത്ത ദാലിക ഫീ ഗൈരി, എന്നാൽ മറ്റുള്ള ദിവസങ്ങളിലൊന്നും ഇങ്ങനെ ഒത്തൊരുമിച്ചു കൂടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠതയേറിയതാണ് ഈ ദിവസങ്ങൾ. സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ, നമ്മൾ അങ്ങനെയുള്ള അശ്രദ്ധമായി പോവാതെ കഴിവിൻ്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറായി മാറേണ്ടതുണ്ട്. നമുക്കറിയാം, പ്രമുഖന്മാരായ പണ്ഡിതന്മാർ, സ്വഹാബിമാർ നന്നായി ഇതിനു വേണ്ടി പരിശ്രമിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രമുഖ പണ്ഡിതനായ മഹാനായ താബിഈ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതായി കാണാം, ഇദാ ദഖലൽ അയ്യാമുൽ അശ്രി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദ, അദ്ദേഹം നന്നായി കഠിന പ്രയത്നം ചെയ്യുമെന്നാണ്, സൽക്കർമ്മങ്ങളെ കൊണ്ട് നന്നായി പരിശ്രമിക്കുമെന്നാണ്. ഹത്താ മാ യകാദു യഖ്ദിറു അലൈഹി,
തനിക്ക് കഴിയില്ല എന്ന് തോന്നുമാറ് അദ്ദേഹം സൽക്കർമ്മങ്ങളിൽ മുഴുകാറുണ്ടത്രേ ഈ ദിവസങ്ങളിൽ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ കഴിവിൻ്റെ പരമാവധി ഫഅക്തിറു ഫീഹിന്ന മിനത്ത് തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്, അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ് ഈ 10 ദിനങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്റുകൾ നിരന്തരമായി നമ്മൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുക. മാത്രമല്ല നമസ്കാരവും ജമാഅത്തായി കൊണ്ടുള്ള നമസ്കാരം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾക്ക് നമ്മൾ വലിയ പ്രാധാന്യം നൽകുക. ഇങ്ങനെയുള്ള ധാരാളം സൽക്കർമ്മങ്ങളിൽ നമ്മൾ മുഴുകുക. നാഥൻ നമുക്കെല്ലാവർക്കും നമ്മുടെ അമലുകളെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. دعاة للهدى دنيا ودينا على منهاج خير المرسلين وبالحسنى نشق سبيل رشد إلى جنات رب العالمين.